ഓം ശാന്തി. ഇന്ന് ശിവബാബ നൽകുന്ന വരദാനം എന്താണെന്ന് നോക്കാം. പറയുക, ജീവിതത്തിൽ സദാ ആനന്ദത്തിൻ്റെയും മനോരഞ്ജനത്തിൻ്റെയും അനുഭവം ചെയ്യുന്ന സൗഭാഗ്യശാലികളായിട്ട് ഭവിക്കട്ടെ. പറയുക, ഈ ലോകത്തിലെ സൗഭാഗ്യശാലികൾ ആരാണോ സദാ സർവശക്തിവാനായ ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കുന്നത്, ഒപ്പം തന്നെ സദാ സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാബറെ ഒരു ദിവസം മുഴുവൻ എടുത്താൽ 2 കയറുകൾ ടൈറ്റാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഓർമ്മയുടെ കയറും ഒപ്പം തന്നെ സേവനത്തിൻ്റെ കയറും. അത് രണ്ടും ടൈറ്റായിരിക്കണം, ബാലൻസ് ആയിരിക്കണം. എങ്കിൽ അതിലിരിക്കുന്ന ആൾ വീഴുകയില്ല. പക്ഷേ എപ്പോഴാണോ ഏതെങ്കിലും ഒരു കയറ് ലൂസായിട്ടിരിക്കുന്നത്, ടൈറ്റ് അല്ല എങ്കിൽ താഴെ വീഴും. നമ്മൾ സേവനം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സ്വസേവ അല്ലെങ്കിൽ നമ്മുടെ ലൗകിക വീട്ടിലെ സേവ, യജ്ഞസേവ അല്ലെങ്കിൽ വിശ്വസേവ, നമ്മൾ പല സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാബയുടെ ഓർമ്മ ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് സേവനം അതൊരു സേവനമായിട്ട് നമ്മൾ കാണത്തില്ല. അത് നമ്മുടെ ഒരു ജോലിയായിട്ട്, അതൊരു ഭാരമായിട്ട്, ഇല്ല നമ്മളൊരു കർമ്മ കണക്കായിട്ട്, ബന്ധനമായിട്ട് നമ്മൾ കാണും. അപ്പോൾ ഒന്നെങ്കിൽ ചിലർക്കത് അവർക്ക് അഭിമാനം നല്ലതാണെങ്കിൽ അഭിമാനം, ഞാനാ ചെയ്യുന്നത്, അല്ലെ ഈഗോ വരും. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഊർജ്ജം എല്ലാം നഷ്ടപ്പെടും. ഇനി ചിലർ നന്നായിട്ട് ബാബയുടെ ഓർമ്മയിലൊക്കെ ഇരിക്കാറുണ്ട്, പക്ഷെ അവർ സേവനം ചെയ്യുന്നില്ല. സ്വസേവനം, സ്വന്തം സ്റ്റഡി ചെയ്യുന്നില്ല, പുരുഷാർത്ഥം ചെയ്യുന്നില്ല, ഇല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ സഹയോഗം കൊടുക്കുന്നില്ല, സഹായിക്കുന്നില്ല, സേവനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ യജ്ഞസേവനം ചെയ്യുന്നില്ല, ഇല്ല മനസ്സാ സേവനം ചെയ്യുന്നില്ല, ലൗകികത്തിലുള്ളവരെ സേവനം ചെയ്യുന്നില്ല എങ്കിൽ ബാബയുടെ ഓർമ്മ ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്നും ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, അവർക്ക് പിന്നീട് സന്തോഷം നഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഊർജ്ജത്തെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ എനർജി, ടൈം, നമ്മുടെ ധനമാകട്ടെ, നമ്മുടെ സങ്കല്പ ശക്തിയാകട്ടെ, ഗുണങ്ങളാകട്ടെ, നമ്മുടെ ആരോഗ്യമാകട്ടെ ഒന്നും നമ്മൾ സഫലമാക്കുന്നില്ല. അപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങും. കാരണം നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കണം, അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും. അപ്പം ബാബയുടെ ഓർമ്മയുള്ളതുകൊണ്ട് ഒന്നിൻ്റെ ഭാരം എടുക്കത്തില്ല. എല്ലാം ശിവബാബയുടെ കാര്യമാണ്, അല്ല ഇതെൻ്റെ കാര്യമല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഭാരവും ഇല്ല. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ സദാ ആനന്ദത്തിലിരിക്കാനാണ് ബാബ പറയുന്നത്. ഓം ശാന്തി.